നമസ്കാരം. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 2026 ഏപ്രിൽ 23 10-ാം ഉദയമാണ്. മേടമാസത്തിലെ 10-ാം നാളാണ് 10-ാം ഉദയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് 10-ാം ഉദയത്തിന് ഇത്രയേറെ പ്രാധാന്യമുള്ളതാകുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഈ ദിവസം ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും, ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ 10-ാം ഉദയം വഴിത്തിരിവാകുന്നത്, ഇതിനെല്ലാം കുറിച്ച് നമുക്ക് നോക്കാം. മേടം 1-ാം തീയതി സൂര്യൻ മേടരാശിയിൽ പ്രവേശിക്കുന്നു. കൃത്യം 10-ാം ദിവസം സൂര്യൻ അതിൻ്റെ ഉച്ചരാശിയിൽ എത്തുന്ന സമയമാണ് 10-ാം ഉദയം എന്ന് പറയുന്നത്. സൂര്യൻ ഏറ്റവും ബലവാനായി നിൽക്കുന്ന ഒരു സമയമാണിത്. പണ്ടുകാലത്ത് കാർഷിക കേരളത്തിൻ്റെ പ്രധാന ദിവസങ്ങളിൽ ഒന്നായിരുന്നു 10-ാം ഉദയം എന്നത്. കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടിട്ട് 10-ാം ഉദയത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. 10-ാം ഉദയത്തിൻ്റെ അന്ന് 10 വിത്തുകൾ നടണമെന്നതാണ് വിശ്വാസം. പ്രകൃതിയും മനുഷ്യനും സൂര്യൻ്റെ ഊർജത്താൽ നിറയുന്ന ഒരു ദിനം കൂടിയാണിത്. അതുകൊണ്ടാണ് പ്രകൃതിയുമായിട്ട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന ഒരു സമയം മനുഷ്യനിത് കാർഷിക വൃത്തിക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അന്ന് വിത്ത് വിതച്ചാൽ ഇരട്ടി ഫലം കിട്ടുമെന്നുള്ളതാണ് വിശ്വാസം. ആ വിശ്വാസം തെറ്റല്ല. കാരണം സൂര്യഭഗവാന്റെ ഏറ്റവും ശക്തിയായിട്ട് ബലവാനായി നിൽക്കുന്ന ഈ സമയത്ത് ചെയ്യുന്ന ഏതൊരു കർമ്മവും ആ കർമ്മത്തിന് ഇരട്ടി ഫലമാണ് ഈ ദിവസങ്ങളിൽ കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ 10-ാം ഉദയത്തിൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ കിട്ടുന്ന 4 രാശികളിൽപ്പെട്ട നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. കൂടാതെ ഈ 10-ാം ഉദയ നാളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനായി ചെയ്യേണ്ടത് എന്നുകൂടി നമുക്ക് നോക്കാം. സൂര്യോദയ ദർശനം കാണുക എന്നത് തന്നെയാണ് ഈ 10-ാം ഉദയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അന്നേ ദിവസം സൂര്യൻ ഉദിച്ചുയരുന്നത് അത് നേരിട്ട് കാണുന്നത് വലിയ പുണ്യമാണ്. പുണ്യവും ഭാഗ്യവും ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു ദിവസമായിട്ട് ആ കാഴ്ച മാറുമെന്നുള്ളതാണ്. അതിനായിട്ട് അതിരാവിലെ എണീറ്റ് കുളിച്ച് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. അത് നമുക്ക് ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുമാത്രം എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവർക്ക് അത് വളരെ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും. പ്രത്യേകിച്ച് 10-ാം ഉദയത്തിൻ്റെ അന്ന് ഉദിച്ചു വരുന്ന സൂര്യനെ കാണുന്നത് എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യങ്ങളും ഇതുവരെയുള്ള എല്ലാ ദോഷങ്ങളും മാറി സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. സൂര്യഗായത്രിയോ ആദിത്യ ഹൃദയ മന്ത്രമോ ജപിക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. അന്നേ ദിവസം തന്നെ വീടിൻ്റെ ഉമ്മറത്ത് 10 തിരിയിട്ട വിളക്ക് കൊളുത്തുന്നതും നല്ലതാണ്. കൂടുതൽ ഐശ്വര്യം നമ്മുടെ ഗ്രഹത്തിലേക്ക് വരാനായിട്ട് ഇത് സഹായിക്കും. പണ്ട് കാലത്ത് ഉള്ള അമ്മൂമ്മമാരൊക്കെ ഇത് അനുവർത്തിക്കുന്നുണ്ടാവും. കാരണം 10-ാം ഉദയം ആയോ എന്ന് ചോദിക്കുന്നവരുണ്ട്. 10-ാം ഉദയത്തിന് അതിനു വേണ്ടുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്ത് 10-ാം ഉദയത്തിനെ വരവേൽക്കാനായിട്ട് സൂര്യഭഗവാൻ ദർശനം കാണാനും വരവേൽക്കാനുമായിട്ട് കാത്തിരിക്കുന്ന പഴയ ഒരു തലമുറയുണ്ട്. ഇന്നത്തെ തലമുറയും നോക്കി കാണുന്നവരുമുണ്ട്. വളരെ ഭക്തിപൂർവ്വം ആ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും ഇന്നും ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലുടനീളം ഐശ്വര്യം കൊണ്ടുവരുമെന്നുള്ളതാണ് ഈ 10-ാം ഉദയത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ദിവസങ്ങൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൃഷിക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതുതായിട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ദിവസം ഈ 10-ാം ഉദയമാണ്. 2026 ഏപ്രിൽ 23-ാം തീയതി അതിരാവിലെ നിങ്ങൾ ആ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇരട്ടി ലാഭം നിങ്ങൾക്ക് കിട്ടും. ആ കർമ്മത്തിൽ വളരെയധികം ഐശ്വര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു തൈയെങ്കിലും 10-ാം ഉദയത്തിൻ്റെ അന്ന് വയ്ക്കാൻ സാധിച്ചാൽ അത് കൃഷി ചെയ്യുന്നവർ മാത്രമല്ല എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇത് ഭഗവാനെ നമ്മൾ പൂജിക്കുകയാണ്. ഐശ്വര്യമായിട്ട് നമുക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു തൈയെങ്കിലും നമുക്ക് അന്ന് വയ്ക്കാൻ സാധിച്ചാൽ നമ്മുടെ ഗ്രഹത്തിലേക്ക് കൂടുതൽ ഐശ്വര്യം വരും. പണ്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയായിരുന്നു വെള്ളിമുറം കാണിക്കൽ എന്ന് പറയുന്നത്. മുറത്തിൽ ഉണക്കലരി പൊടിച്ച് സൂര്യോദയ സമയത്ത് സൂര്യനെ കാണിക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് ചെയ്യുന്നത്. ഈ പൊടി പിന്നീട് പ്രസാദമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. കൂടാതെ ആദിത്യപുര ക്ഷേത്ര ദർശനം നടത്തുന്നതും നന്നായിരിക്കും. സൂര്യക്ഷേത്രങ്ങളിൽ ഒന്നായ ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രത്തിൽ 10-ാം ഉദയത്തിന് തൊഴുന്നത് സർവ്വ ഐശ്വര്യവും കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ആദിത്യപുരം ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിന് ചെയ്യേണ്ടത് അതിരാവിലെ ഉണരുക,
കുളിച്ച് ശുദ്ധവൃത്തി വരുത്തുക. അതിനുശേഷം ഉദിച്ചു വരുന്ന സൂര്യനെ കാണുക. അതുതന്നെ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അകറ്റി സർവ്വ പുണ്യങ്ങളും ഐശ്വര്യങ്ങളും അതിലൂടെ ലഭിക്കുമെന്നുള്ളതാണ്. അത് നമുക്ക് ചെലവില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ആദിത്യനെ പൂജിക്കുന്നത്, സൂര്യഭഗവാനെ സ്കരിക്കുന്നത്, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, കണി കാണുന്നത് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ്. നമ്മുടെ ചിന്തകൾ, പ്രവർത്തികൾ ഒക്കെ നന്നായിട്ട് വരാൻ, നമ്മുടെ പുതിയ പുതിയ ചിന്തകൾ നമുക്കുള്ളിലേക്ക് വരാൻ, പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ, ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഒക്കെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു ദിവസമാണ്. അതുകൂടാതെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നവർക്ക്, എന്ത് പ്രവൃത്തി, നല്ല പ്രവർത്തികൾ ചെയ്യുന്നവർക്കും ഈ ദിവസം വളരെയധികം നല്ലതായിരിക്കും. ഈ 10-ാം ഉദയത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന 4 രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരുണ്ട്. അവരാരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 1-ാമത്തെ രാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ്. അതിൽ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽ നക്ഷത്രക്കാരാണ്. സ്ഥായിലാണ് സൂര്യൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും പുനരാരംഭിക്കാൻ മേടൻ രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നക്ഷത്രക്കാർക്ക് കഴിയുമെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ 10-ാം ഉദയത്തിൽ അശ്വതി, ഭരണി, കാർത്തിക, കാൽ നക്ഷത്രക്കാർക്ക് പുതിയൊരു തുടക്കം, പുതിയൊരു കാൽവയ്പ് നിങ്ങൾക്ക് നടത്താൻ പറ്റിയ ഒരു സമയമാണ്. ഏതെങ്കിലും പ്രവർത്തനങ്ങൾ, പ്രോജക്റ്റുകളോ ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ദിവസം, ഈ സമയം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാണ്. സൂര്യഭഗവാൻ ഏറെ അനുഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ ഫലങ്ങൾ ഇത് കൊണ്ടുതരും. ഈ സമയം നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റിയ ഒരു സമയമാണ്. 2-ാമത്തെ കൂറുകാരെന്ന് പറഞ്ഞാൽ ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രത്തിൻ, കാൽ നക്ഷത്രക്കാരാണ്. ചിങ്ങക്കൂറിൻ്റെ ഒരു പ്രത്യേകത, ചിങ്ങക്കൂറിൻ്റെ രാശിനാഥനാണ് സൂര്യഭഗവാൻ എന്ന് പറയുന്നത്. സൂര്യൻ്റെ ഗ്രഹമാണ് ചിങ്ങക്കൂർ. ചിങ്ങക്കൂറുകാർക്ക് സൂര്യൻ ഈ ബലവാനായി നിൽക്കുന്ന ഈ സമയം തൻ്റെ ഗ്രഹത്തിന് വളരെയധികം നന്മയും ഐശ്വര്യങ്ങളും നൽകുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് വലിയ അംഗീകാരങ്ങൾ, തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടാകുന്ന ഒരു സമയമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ 10-ാം ഉദയം എന്ന് പറയുന്നത്. നിലവിൽ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വളരെയധികം ശമനം കിട്ടുകയും സാമ്പത്തിക പ്രയാസങ്ങൾ കുറഞ്ഞ് കുറച്ചുകൂടി മെച്ചപ്പെടുന്ന ജീവിത സാഹചര്യത്തിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ചിങ്ങക്കൂറിലെ ഈ മകം, പൂരം, ഉത്രത്തിൻ, കാൽ നക്ഷത്രക്കാർക്ക്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക്, അതുപോലെ പരീക്ഷകൾ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഏതെങ്കിലും പുതിയ പ്രോജക്റ്റുകൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നവർക്ക്, എന്താണോ നിങ്ങൾ പുതുതായി നിങ്ങളുടെ ജീവിതത്തിന് വിജയത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സമയമാണ് 10-ാം ഉദയം എന്ന് പറയുന്നത്. 3-ാമത്തെ രാശി എന്ന് പറയുന്നത് വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിൽ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദേശയാത്രയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് 10-ാം ഉദയത്തിൽ നിങ്ങൾക്ക് അതിനുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അന്ന് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങാൻ പറ്റിയ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു ദിവസമാണ് 10-ാം ഉദയം എന്ന് പറയുന്നത്. അതുപോലെ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങാനും. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 10-ാം ഉദയത്തിന് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു ദിവസമാണ്, ദിനമാണ്. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ. അപ്പോൾ പുതിയ വീട് വാങ്ങാനോ ഒക്കെയുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നവർക്ക് അന്നേ ദിവസം ഒക്കെ ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻകൈ എടുത്താൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 10-ാം ഉദയം എന്ന് പറയുന്നത് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. വിശാഖത്തിൻ്റെ കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ. അടുത്ത 4-ാമത്തെ കൂറെന്ന് പറയുന്നത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ, കാൽ നക്ഷത്രക്കാരാണുള്ളത്. അവർക്ക് കർമ്മഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ 10-ാം ഉദയത്തിന് ശേഷം വലിയ ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് കൂടുതൽ ലാഭങ്ങളും ഐശ്വര്യങ്ങളും ആ ബിസിനസ്സിൽ വച്ചടി കയറ്റമെന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലെയാണ് ധനുക്കൂറിലെ മൂലം, പൂരാടം, ഉത്രാടം, കാൽ നക്ഷത്രക്കാർക്ക് ഈ സമയം ഉണ്ടാകാനായിട്ട് പോകുന്നത്. മറ്റൊന്ന്, കുടുംബത്തിൽ നിലനിൽക്കുന്ന
നിൽക്കുന്ന സന്തോഷമാണ്. വളരെയധികം സന്തോഷവും സ്നേഹവും പരസ്പരം സ്നേഹബന്ധങ്ങളൊക്കെ നിലനിൽക്കുന്ന, നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി എല്ലാവരുമായിട്ട് കൂട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ധനുക്കൂറിലെ മൂലം, പൂരാടം, ഉത്രാടം കാൽ നക്ഷത്രക്കാർക്ക് ഈ 10-ാം ഉദയത്തിൽ നോട്ടം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ 4 രാശിക്കാർക്ക് മാത്രമല്ല കേട്ടോ, മറ്റ് നക്ഷത്രക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ദിവസം സൂര്യ ഉദയം എല്ലാ നക്ഷത്രക്കാരും, എല്ലാ മനുഷ്യരും ഈ സൂര്യോദയം കാണുന്നത്, ഏറ്റവും ശക്തിയായിട്ട് സൂര്യഭഗവാൻ നിൽക്കുന്ന ഈ സമയം സൂര്യോദയം കാണുന്നതും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേറെ ഐശ്വര്യങ്ങളും നേട്ടങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ഒരു ദിവസമായിരിക്കും. നിങ്ങളുടെ തുടർന്നുള്ള പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ദിവസമാണ്. നിങ്ങൾക്ക് ജാതകങ്ങളും കൂടി ഒത്തുനോക്കണം. കാരണം ചില ആൾക്കാർക്ക് ചിലപ്പോൾ ജാതകത്തിൽ സൂര്യൻ ഇതിൽ വളരെ നല്ല ഫലത്തിലാവും നിൽക്കുന്നത് എങ്കിലും ജാതകത്തിൽ നിങ്ങൾക്ക് നല്ല ദശാകാലങ്ങളല്ല, അല്ല ദശാസന്ധികളല്ല നടക്കുന്നത് എങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ ഒരു പക്ഷേ നേരിട്ടേക്കാം. ജാതകങ്ങളും കൂടി നിങ്ങളൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിക്കോണം. ഏറ്റവും നല്ല ഒരു അവസരമാണ്. നമുക്ക് ഇത്രയും നമുക്ക് ദോഷങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ ആ ദോഷങ്ങൾ മാറാൻ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് സൂര്യഭഗവാനോട് ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ച് നിൽക്കുന്നതും സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുന്നതുമൊക്കെ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറി നല്ല ഫലങ്ങൾ കിട്ടാനും പുതിയ ചിന്തകളോടെ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയ ഒരു ദിവസമാണ് 10-ാം ഉദയം എന്നത്. നക്ഷത്ര ഫലങ്ങളൊക്കെ ഇപ്പോൾ ഈ പറയുന്നതൊക്കെ പൊതുവായ ചില സൂചനകളാണ്. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു 10-ാം ഉദയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.